പള്ളി പശ്ചാത്തലമായി വരുന്ന പടങ്ങൾ മലയാളത്തിന് പുതുമയൊന്നുമല്ല. റോമൻസ്, ആമേൻ, എന്താടാ സജി, അടികപ്പിയാര കൂട്ടമണി, അങ്ങനെ നിരവധി പടങ്ങൾ പള്ളി കോമഡി ജോണറിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അത്തരത്തിലുള്ള ലേറ്റസ്റ്റ് അഡീഷൻ ആണ് എന്ന് സ്വന്തം പുണ്യാളൻ. മഹേഷ് മധു സംവിധാനം ചെയ്ത് ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമത്തിലെ പള്ളിയിലെ കൊച്ചച്ഛൻ താമസിക്കുന്ന പള്ളിമേടയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ചെറിയ ത്രില്ലിംഗ് സ്വഭാവമുള്ള ഒരു കോമഡി പടമാണിത്. എന്ന് വെച്ചാൽ അങ്ങനെ തലകുത്തി മറിഞ്ഞിരിക്കാനുള്ള ഒന്നുമില്ല. നമ്മൾ മറ്റു പല പടങ്ങളിലും കണ്ടിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഒരു പള്ളിയുടെ സാഹചര്യത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മാത്രം. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് വെച്ചാൽ തേർഡ് ആക്ടിൽ ഒരു ട്വിസ്റ്റ് പോലെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ പടത്തിന്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കഥയിലെ ഒരാവശ്യവും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പടത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത കാര്യങ്ങൾ പോലും നമ്മളെ അങ്ങനെ ഭയങ്കര ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതും ഒരു ഗുണമാണ്. പ്രധാന വേഷങ്ങൾ വന്ന 3 താരങ്ങളുടെ പെർഫോമൻസ് നൈസായിരുന്നു. ബാലു വർഗീസിന്റെ സ്ഥിരം ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ പടത്തിലും ഉള്ളതെങ്കിലും പുള്ളി അതിൽ ഓക്കെ ആയിരുന്നു. അതുപോലെ അർജുൻ അശോകന്റെ ക്യാരക്ടർ ആ ഒരു ലുക്കും കോസ്റ്റ്യൂമും ഒക്കെ കൊണ്ട് ഇടയ്ക്കൊക്കെ ഒരു ലോ ബഡ്ജറ്റ് ചാർലി ആണോ എന്ന് തോന്നി. പക്ഷെ നൈസായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു റോൾ അനശ്വര ചെയ്യാറില്ല എന്ന് നമുക്കറിയാം. സോ അനശ്വരയുടെ ക്യാരക്ടർ എനിക്ക് കുറച്ച് പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്ന് പറയാം. പക്ഷെ ആ ട്രാൻസിഷൻ ഒക്കെ നൈസായിട്ട് തന്നെ പുള്ളിക്കാരിയും ചെയ്തിട്ടുണ്ട്. രഞ്ജി പണിക്കർ, ബൈജു, അൽതാഫ് സലിം, വിനീത് വിശ്വം, സിനോജ് വർഗീസ്, സുർജി തുടങ്ങിയവരും പടത്തിലുണ്ട്. രണദീപിന്റെ ക്യാമറ കൊള്ളാം. സോബിൻ സോമന്റെ എഡിറ്റിംഗും കുറച്ച് VFX 3D ആനിമേഷൻ വർക്കുകൾ ആദ്യം കാണിക്കുന്ന ഒരു സ്റ്റോറിയിലൊക്കെ ഉണ്ട്. അത് വളരെ നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ജിസ്ജോയുടെ വോയിസ് ഓവറും നൈസായിരുന്നു. പിന്നെ ആ ഒരു കളറിംഗ് കൊടുത്തേക്കുന്നതൊക്കെ വളരെ നൈസായിട്ട് തോന്നി. കൂടുതലും ഇൻഡോർ വിഷ്വൽസ് ഉള്ള ഒരു പടമാണിത്. അപ്പോൾ നമ്മളിങ്ങനെ മുഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ആ ഒരു കളറിംഗ് ഒക്കെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് പറയാം. പ്രൊഡക്ഷൻ ഡിസൈൻ, കോസ്റ്റ്യൂംസ് എന്നിവയും കൊള്ളാം. സാം സിയസിന്റെ BGM, പ്രത്യേകിച്ച് അർജുൻ അശോകൻ വരുന്ന ഭാഗങ്ങളിൽ അത് വളരെ നൈസായിരുന്നു. നെഗറ്റീവ്സ് പറഞ്ഞാൽ ഇതിലെ നായകൻ ബാലു വർഗീസിന്റെ ആ ഒരു ക്യാരക്ടർ അത് മര്യാദയ്ക്കൊന്നും സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളെ ഈ പടത്തിൽ മൊത്തത്തിലുള്ളൂ. അത് പിന്നെ സ്ഥിരം ഇങ്ങനെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ക്ലീഷേ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസ് പോലെ ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയതുപോലെ തോന്നി. ആക്ച്വലി ഇതൊരു 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഒരു കഥയേ ഉള്ളൂ. ഇപ്പം നായകന്റെ ബാക്ക് സ്റ്റോറി ഒക്കെ ആദ്യം കാണിച്ചിട്ടുണ്ട്. അതൊന്നും ഈ സിനിമയുടെ കഥയിൽ ഒരാവശ്യവും ഇല്ലാത്തതാണ്. പാട്ടുകളും അതുപോലെ തന്നെ. പടത്തിന്റെ ലെങ്ത് കുറച്ച് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചുമ്മാ ചേർത്തതുപോലെ തോന്നി. മൊത്തത്തിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. യാതൊരു ഹൈ മൊമെന്റ്സും അങ്ങനെ ഫീൽ ചെയ്യാനില്ല. ഈ പറഞ്ഞതുപോലെ ഒന്നുമില്ലാതെ പോകുമ്പോൾ ക്ലൈമാക്സ് ഒക്കെ അടുക്കുമ്പോഴാണ് ഒന്ന് ഇച്ചിരി ചൂട് പിടിക്കുന്നത്. സോ ഇതിന്റെ ക്ലൈമാക്സ് ആണ് പടത്തെ രക്ഷിച്ചിരിക്കുന്നതെന്ന് പറയാം. ആകെ മൊത്തം ടോട്ടലിൽ പടം കണ്ടിറങ്ങുമ്പോൾ ഒരു മോശം പടം കണ്ട ഫീൽ ഒന്നും വരില്ല. ബട്ട് നത്തിങ് സ്പെഷ്യൽ, എന്തെങ്കിലും പുതുതായിട്ടോ ഡിഫറെന്റ് ആയിട്ടോ ഒന്നും തരാൻ ഈ പടത്തിൽ ഇല്ല. ഒരു വൺ ടൈം വാച്ചബിൾ ഓക്കേഷ് ഫിലിം ആയിരുന്നു എനിക്കിത്. എന്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരിയെന്ന്.